Hi, welcome to Coolstock YouTube channel. November 10th Nifty 50 Trading Analysis. കുൾസ്റ്റോക്ക് SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത, ഇന്ന് 10th നവംബർ മൺഡേ നമുക്ക് മാർക്കറ്റ് ഓപ്പണായി. എന്താണ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ നേരത്ത് കുൾസ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടേബിൾ ഉണ്ട് എന്നുള്ളതാണ്. ടേബിളിൽ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് പോലെ, വണ്ടിയുടെ ഒരു ഡാഷ്ബോർഡ് പോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റിന് റീഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത് ആദ്യത്തെ മിനിറ്റിൽ? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, സീറ്റ സിഗ്മ വോളിയം മൂന്നും പോസിറ്റീവ് ആണ്. യെസ്, മൂന്നും പോസിറ്റീവാണ്, മൂന്നും ഗ്രീൻ ഡോട്ട് ആണ്. ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ 1 മിനിറ്റ് ആണ് ടൈം ഫ്രെയിം. ഓപ്പണിംഗ് ക്യാൻഡിലിൽ എല്ലാം ബുള്ളിഷാണ്, ഗ്രീനിഷാണ്. ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കേണ്ടത് ഓളിയമാണ്. ഓളിയം അത്യാവശ്യം ഉണ്ട്. ഓളിയം ഗ്രീൻ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊരു പോസിറ്റീവ് സൈനാണ്. ഇത് CE വരാണെന്നുണ്ടെങ്കിൽ, ഇത് നിലനിന്നും കൊണ്ട് CE വരാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ സാധ്യതകളുണ്ട്. അത് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. നമുക്ക് സിഗ്നൽ വരാൻ പോകുന്നത് 9:29 ക്യാൻഡിലാണ്. 9:29 ക്യാൻഡിലിൽ ആ ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോഴാണ് നമുക്ക് സിഗ്നൽ കൺഫേം ആവുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന നേരത്തെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓളിയം ഡ്രോപ്പായി. സിഗ്മയിൽ മാറ്റമില്ല. സീറ്റ ഇടയ്ക്കൊന്ന് റെഡ് ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഓളിയമും ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, ട്രെൻഡ് ബുള്ളിഷാണ്. പക്ഷെ പവർ ഓഫ് കൺട്രോൾ ബാരിഷായി. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മീഡിയമായി മാറി. മാർക്കറ്റ് സൈഡ് വേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ സാധ്യതയ്ക്ക് ഒരു ചെറിയ മങ്ങൽ വന്നിട്ടുണ്ട്. CE ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഓക്കെ, സിഗ്നൽ 25,550 CE ആണ് വന്നിരിക്കുന്നത്. 25,550 CE വരുന്നിടത്ത് ഓളിയം ഡ്രോപ്പാണ്, സീറ്റ ഡ്രോപ്പാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മീഡിയമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷാണ്, ട്രെൻഡ് ബുള്ളിഷാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് കാട്ടുന്നതും ട്രെൻഡ് ബുള്ളിഷ് കാട്ടുന്നതുമാണ് ചെറിയൊരു ട്രാപ്പ്. ഈ ട്രാപ്പ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളിനെ റീഡ് ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഓളിയം ഡ്രോപ്പാണ്. ഓക്കെ, 9:29 കഴിഞ്ഞ് 9:29 ക്യാൻഡിൽ ക്ലോസ് ആയി. ഇപ്പം നമ്മൾ 25,550 CEൻ്റെ സ്ട്രൈക്ക് എടുത്ത് ഇട്ട് നോക്കുക എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മൾ ആ നേരത്താണല്ലോ നമുക്ക് അറിയുന്നത്, രാവിലത്തെ നമ്മൾ അറിയുന്നില്ല ഇതാണ് സ്ട്രൈക്ക് എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ സ്ട്രൈക്ക് വന്നു, നമ്മൾ പ്ലേ ചെയ്യുന്നു. 9:29 ക്യാൻഡിലിൽ ആ സ്ട്രൈക്കിൽ കൃത്യമായിട്ട് നമ്മളുടെ ബൈ പ്രൈസും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കാട്ടും. ബൈ പ്രൈസ് 88 ആണ്, ടാർഗറ്റ് 99, സ്റ്റോപ്പ് ലോസ് 77. ഇവിടെ ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ 88ലാണ് ബൈ പ്രൈസ് കാട്ടുന്നത്. ഇപ്പം ആ പ്രൈസ് ഉള്ളത് 87, 86, 85 റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് 88ലാണ് നമ്മളുടെ ബൈ പ്രൈസ്. നമുക്ക് 88 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. എന്നാൽ റിസ്ക് ഉണ്ടോ? ഉണ്ട്. കാരണം ഈ സ്ട്രൈക്ക് ട്രെൻഡ് ബാരിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷാണ്. പക്ഷെ സീറ്റ നെഗറ്റീവാണ്, സിഗ്മ പോസിറ്റീവാണ്, വോളിയം നെഗറ്റീവാണ്, പവർ ഓഫ് കൺട്രോൾ ബെയറിഷാണ്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വീക്ക്, മാർക്കറ്റ് സൈഡ് വേസ്. അപ്പം ഇവിടെ വലിയൊരു പോസിറ്റിവിറ്റി കാണുന്നില്ല. 2 റെഡ് ഡോട്ടിൻ്റെ നടുവിൽ ഒരു ഗ്രീൻ ഡോട്ടേ ഉള്ളൂ. എടുക്കണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഓളിയം ഇല്ല, സീറ്റ നെഗറ്റീവാണ്, ബാരിഷാണ്, ട്രെൻഡ് ബാരിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷും, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കുമാണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അപ്പോൾ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാവും. കുൾസ്റ്റോക്ക് SNK 501 Pro പ്ലസിൽ മോഡിഫിക്കേഷൻ എൻഹാൻസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ബുധനാഴ്ച മുതൽ ഇത് യൂസ് ചെയ്യുന്ന എല്ലാ ക്ലയൻസിനും ഇതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് വരാൻ പോകുന്നത്. അതിൽ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ അതിനെ സഹായിക്കുന്ന ഇൻപുട്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡിസിഷൻ എടുക്കാൻ എളുപ്പമാവും. അവിടെ നിങ്ങൾ സ്റ്റാർ ഇട്ടിട്ട് അത് 5 സ്റ്റാർ ആണോ, 4 സ്റ്റാർ ആണോ, 3 സ്റ്റാർ ആണോ,
2 സ്റ്റാർ ആണോ 1 ആണോ, എന്താണ് നിങ്ങൾ ഇതിലേക്ക് ഈ ട്രേഡ് എത്രത്തോളം പോവുക അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഈ ലേബിളിൻ്റെ കളറും മാറും. അവിടെ കളർ കോഡിംഗ് ഉണ്ട്. കളറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അത് അപ്ഡേറ്റഡ് വെർഷനിലാണ്. ബുധനാഴ്ച മുതൽ ആ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം ഈ ഇൻഡിക്കേറ്ററിൽ എന്ത് സംഭവിക്കും നോക്കുക. 9, 29 കഴിഞ്ഞ് 30 കഴിഞ്ഞ് 31, 32, 32 ഇത് എക്സിക്യൂട്ടായി. വോളിയം വന്നു. അവിടെ വോളിയം വന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്. പക്ഷെ സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്കാണ്. പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്. മാർക്കറ്റ് അപ്പോഴും സൈഡ് വേസ് ആണ്. സീറ്റ നെഗറ്റീവ് ആണ്. ട്രെൻഡ് ബാരിഷ് ആണ്. അപ്പോൾ ഇത് വന്നാൽ എന്നും ഞാൻ പറയുന്ന പോലെ വോളിയം ഉള്ളതിനെ കൊണ്ട്, എന്നാൽ ഇത് 2, 3, 4 നെഗറ്റീവ് ഉള്ളതിനെ കൊണ്ട് മാർക്കറ്റ് സൈഡ് വേസ് ആയതുകൊണ്ട് ആദ്യത്തെ മിനിറ്റിൽ തന്നെ എക്സിക്യൂട്ട് ആയതുകൊണ്ട് വോളിയം ഉള്ളതുകൊണ്ട് ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് എബവ് 70% ഉണ്ട്. ചാൻസസ് കുറയുന്നത് എപ്പോഴാണ്? വോളിയം കുറയുന്നേരത്താണ്. ഇവിടെ വോളിയം ബിൽഡപ്പ് ആയതുകൊണ്ട് ചാൻസസ് ഉണ്ട്. അതിലും ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ ചാൻസസ് വളരെ കൂടുതലാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ ഉള്ളിലാണ് ഇത് വന്നത്. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ വന്നു. ഓർഡർ സിഗ്നൽ വന്ന ശേഷം മുന്നോട്ട് പോയി നോക്കുക ടാർഗറ്റ് ഹിറ്റാവോ ഇല്ലേ എന്നുള്ളത്. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. വോളിയം അപ്പ് ഉണ്ട്, സീറ്റ് ഉണ്ട്, ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആയി, സിഗ്നലിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആയി, എല്ലാം ആയി. സ്കോർ 3/3 3ൽ 3 സ്കോർ വന്നു. ടാർഗറ്റ് പോയി ഹിറ്റായി. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. പുതിയ ഇതിൽ കുൽ സ്റ്റോക്ക് 501 പ്രോ പ്ലസിൽ, SNK 501 പ്രോ പ്ലസിൽ പുതിയ മോഡിഫൈഡ് ഇൻഡിക്കേറ്ററിൽ നിങ്ങൾക്ക് T1ഉം പിന്നെ ടാർഗറ്റും 2 എണ്ണം ഉണ്ട്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടാനുള്ളതും കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വരും. അതാണ് അതിൻ്റെ ഒരു പ്ലസ്. T1 എന്താണ് സർ? T1 എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 30 പോയിന്റ്സ് ആണ്. പുതിയ ഇതിൽ നമ്മളുടെ ടാർഗറ്റ് 60 പോയിന്റ്സ് ആണ്. അപ്പോൾ 30 പോയിന്റ്സ് കഴിഞ്ഞാൽ അത് സ്മാർട്ട് കാൽക്കുലേഷൻ വെച്ചിട്ട്, അതിൻ്റെ സ്മാർട്ട് ഇൻ്റലിജൻസ് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് മേലോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് T1 കാട്ടിത്തരും. അവിടെ ടാർഗറ്റ് 1ൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക. അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാട്ടുന്ന ടാർഗറ്റിലേക്ക് പോവുക. അത് പുതിയ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന നേരത്ത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞു. ഇപ്പോൾ വോളിയം എല്ലാം ഗ്രീനാണ്. പക്ഷെ വോളിയം ഡ്രോപ്പായി. വോളിയം പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡായി, പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡായി. അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ പറയുന്നത്, വോളിയം സസ്റ്റെയിൻ ആയിട്ടില്ലെങ്കിൽ മേലോട്ടുള്ള ടെൻഡൻസി അല്ലെങ്കിൽ മേലോട്ടുള്ള മൂവ്മെൻറ്റ് കുറയും. അപ്പം കൂടുതൽ റിസ്ക് എടുക്കാണ്ട് അന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുക മതി. ഒരു ദിവസം ഒരു ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ട്രേഡ് അല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഓഫ് ദ ട്രേഡ്. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം. വൺസ് യു ബുക്ക് യുവർ പ്രോഫിറ്റ് ദെൻ ക്ലോസ് ദ ട്രേഡ്. അന്നത്തെ ട്രേഡ് നിർത്തുക. ഇനി പുതിയ ഇൻഡിക്കേറ്ററിൽ, ഇപ്പോൾ മോഡിഫൈ ചെയ്ത പുതിയ ഇൻഡിക്കേറ്ററിൽ സപ്പോസ് നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആവണമെന്നില്ല. ചില ട്രേഡ്, നമ്മൾ എടുത്ത ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അടുത്തത്, ഇത് അൽഫയാണ്, ഗാമ എന്ന് പറയുന്ന ഒരു സിഗ്നലും കൂടി വരും. അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രേഡ് കിട്ടും. ഒന്നാമത്തെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റായാൽ സെക്കൻഡ് സിഗ്നലിൽ വരില്ല. ഒറ്റ സിഗ്നലിലോട് കൂടി അന്നത്തെ ട്രേഡ് ക്ലോസ് ആവും. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ സെക്കൻഡ് ട്രേഡ് കാണിക്കും. യെസ്, ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഹിറ്റായാൽ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ സെക്കൻഡ് ട്രേഡിൻ്റെ സിഗ്നലും കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. അത് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. ഇതാണ് പുതിയ വന്ന മാറ്റങ്ങൾ. അപ്പം ഇന്നത്തെ ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്. ഇന്നത്തെ ട്രേഡ് 88 ആയിരുന്നു ബൈ പ്രൈസ്, 99 ടാർഗറ്റ്, 77 സ്റ്റോപ്പ് ലോസ്, 99 ഹിറ്റായി, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി ഇതിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അതായത് പെട്ടെന്ന് ആദ്യം ഇത്രയും ഫാസ്റ്റായിട്ട് ഓർഡർ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇവിടെ നമുക്ക് ഓപ്പണിങ്ങിൽ ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്യുന്നിടത്ത് ഇവിടെ വോളിയം കണ്ടിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വോളിയം ബിൽഡായിട്ടുണ്ട്. ആദ്യം ഒന്നും കൂടി റിവൈൻഡ് അടിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. ഇവിടെ വോളിയം ബിൽഡായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക്
ട്രേഡ് എടുക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അപ്പം തന്നെ സ്ട്രൈക്ക് ഇൻഡെക്സിൽ കണ്ടു, ഉടനെ സ്ട്രൈക്കിലേക്ക് വന്ന് ആ ഓർഡർ ഇടാൻ പറ്റിയില്ല, എനിക്ക് ആ ഓർഡർ എടുക്കാൻ പറ്റിയില്ല, എക്സിക്യൂട്ട് ആയില്ല, അതിന് മുമ്പേ അത് മേലോട്ട് കയറിപ്പോയി എന്നുണ്ടെങ്കിൽ ചേസ് ചെയ്യരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ വോളിയം ഉള്ള സ്ഥിതിക്ക് ഇത് മേലെ പോയാൽ തന്നെ ഒന്ന് തിരിഞ്ഞ് വരും. തിരിഞ്ഞ് വന്ന് രണ്ടാമതും നമ്മളുടെ ബൈ പ്രൈസിൻ്റെ ലെവലിൽ വരുന്നേരത്ത് ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. മേലെ പോയി കഴിഞ്ഞ് നേരത്ത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കരുത്. താഴത്ത് വരുമ്പോഴാണ് ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടായിരിക്കും തിരിഞ്ഞു പോവുക. ഇപ്പം മേലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മാറി നിൽക്കുക, അന്ന് ട്രേഡ് വേണ്ടാന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഇപ്പം ടാർഗറ്റ് ഹിറ്റായി, ഫസ്റ്റിൽ എടുക്കുന്നവർക്ക് ഹിറ്റായി, ആ എടുക്കാത്തവർ വെയിറ്റ് ചെയ്ത് അടുത്തത് വരുമോ നോക്കുക. അടുത്തത് വന്ന് പക്ഷെ വിക്കാണ്, അതിലും കിട്ടൂല, ഒഴിവാക്കി. അടുത്തത് പോയി ടാർഗറ്റ് ഹിറ്റായി, പിന്നെയും താഴ്ത്ത് വരുമോ നോക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയ ആ മിനിറ്റിൽ ഫസ്റ്റിൽ എക്സിക്യൂട്ട് ആവുന്ന നേരത്തെ ഇവിടെ വോളിയം ബിൽഡ് ആയതിനെ കൊണ്ട് ഇത് ഇനിയും വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിനൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചില ദിവസം വരും, ചില ദിവസം വരില്ല. വന്ന ദിവസം ട്രേഡ് എടുക്കുക, വരാത്ത ദിവസം ഒഴിവാക്കുക. ഇപ്പം താഴത്തേക്ക് വന്ന് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കാം. കാരണം ഇവിടെ വോളിയം ഇടയ്ക്കിടയ്ക്ക് ബിൽഡായിട്ടുണ്ട്. തുടക്കത്തിൽ വോളിയം ബിൽഡായ ഒരു സ്ട്രൈക്കാണിത്. ഈ ഇതിൽ നമുക്ക് ഇവിടെ ഓർഡർ ഇട്ട് വെച്ചാൽ ഇവിടുന്ന് ആ ഓർഡർ എക്സിക്യൂട്ടായി, നമ്മളെ ടാർഗറ്റ് വിറ്റായി. അഥവാ ഇവിടുന്ന് മിസ്സായവർക്ക് ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഇതും ട്രേഡ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൽഗോയിലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. മാനുവലി ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ ഈസിലി നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആവും, നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ട്രേഡ് ഇങ്ങനെയാണ്. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.